ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്ക് പി എസ് സി. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. മൂന്നാമത്തെ സെറ്റാണ്. സെറ്റ് 1ഉം 2ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റ് നമുക്ക് പോകാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the codes which do not directly help in machining but are required for proper functioning of an NC-CNC machine tool are called preparatory codes, miscellaneous codes, T-word, S-word. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് മിസ്സലീനിയസ് കോഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ മിസ്സലീനിയസ് ഉണ്ടാകുന്നത് നമുക്കറിയാം, നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന വേർഡാണ് അല്ലേ. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം, അതാണ് മിസ്സലേനിയസ്. ഓക്കെ, ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ മിസ്സലേനിയസ് കോസ്റ്റുകൾ നമ്മൾ പറയാറുണ്ട് അല്ലേ. പ്രോപ്പറായിട്ട് അതിന് വേണ്ടി വരുന്നില്ലെങ്കിലും അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ഒരു കോട്ടൺ വേസ്റ്റ്, ഓയിൽ, അതൊക്കെ പറഞ്ഞാൽ പ്രൊഡക്ഷന് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യൂല, പക്ഷെ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ CNC മെഷീനിൽ അതിന് മെഷീനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിലും അതിൻ്റെ പ്രോപ്പർ ഫംഗ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് മിസ്സലേനിയസ് കോഡ്സ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിസ്സലേനിയസ് കോഡ്സ്. നമുക്കൊന്ന് മിസ്സലേനിയസ് കോഡ്സ് നമുക്ക് ജസ്റ്റ് നോക്കാം. ബേസിക് എം കോഡ്സ് ആണ് ഇത്. കണ്ടോ, സ്റ്റോപ്പ് ചെയ്യുക, പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുക, സ്പിൻഡിൽ ഓൺ ആക്കുക, കൂളൻ്റ് ഓൺ ഓഫ് ഒക്കെ ആക്കുക, ഡയറക്റ്റ് ഇൻഡെക്സ് ചെയ്യുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും അതിന്. പക്ഷെ അത് ഫങ്ഷനിങ്, അതായത് മെഷീനിങ് നടത്തുന്ന കോഡുകളല്ല ഇത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. M02, M03, 04 അങ്ങനത്തെ കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദ G00 മൂവ്സ് ദ ടൂൾ അറ്റ് റാപ്പിഡ് ട്രവേഴ്സ് വൈൽ മെഷീനിങ്, ഫീഡ് റേറ്റ് വൈൽ മെഷീനിങ്, റാപ്പിഡ് റിവേഴ്സ് വിത്തൗട്ട് മെഷീനിങ്, ഫീഡ് റേറ്റ് വിത്തൗട്ട് മെഷീനിങ്. അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ റാപ്പിഡ് റിവേഴ്സ് വിത്തൗട്ട് മെഷീനിങ് ആണ്. G00, G01, G02 ഒക്കെ ഞാൻ ഒരു തൊട്ട് മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് തരാം. ഇപ്പോൾ G00 എന്ന് പറഞ്ഞാൽ എന്താണ്, XYZ ഹോം ആയിട്ടുള്ള ഹോം പോയിന്റ്, XYZ ഹോം പോയിന്റിലേക്ക് തിരിച്ചു വരുന്ന ഒരു കോഡാണ് G00. ഓക്കെ, ആ ഒരു സമയത്ത് മെഷീനിങ് നടക്കില്ല, റിവേഴ്സ് ചെയ്യണം, ടൂളിനെ റിവേഴ്സ് ചെയ്യണം. G01, G02 ഒക്കെ എന്താണ്, മെഷീനിങ് പ്രോസസ്സുകളാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ടേണിംഗ് സെന്റർ പ്രോഗ്രാം M05 മീൻസ് കൂളൻ്റ് ഓൺ, ടൂൾ ചേഞ്ചസ്, സ്പിൻഡിൽ സ്റ്റോപ്പ്, പ്രോഗ്രാമർ. ഇതാണ് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ മിസ്സലേനിയസ് കോഡ്സ് പറഞ്ഞു അല്ലേ, അതിൽ ഏതൊക്കെയോ മിസ്സലേനിയസ് കോഡ്സ് ഉള്ളത് ഞാൻ ആ സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിലെ M05 ആണ് സ്പിൻഡിൽ സ്റ്റോപ്പ്. ഓക്കെ, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇത് കണ്ടോ, M05. ഓക്കെ, M05 എന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ സ്റ്റോപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കോഡുകളൊക്കെ ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ച് നോക്കുക, ഇത് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കോർസ് ആർ യൂസ്ഡ് in symmetrical casting only to make casting sound, to get a smooth surface on castings, to get a cavity or recess in casting. കോഴ്സ് എവിടെ യൂസ് ചെയ്യുക? ടു ഗെറ്റ് കാവിറ്റി ഓർ റിസസ് ഇൻ കാസ്റ്റിങ്സ്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ആ സാൻഡ് കാസ്റ്റിംഗ് ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നമുക്ക് സാൻഡ് കാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ കോപ്പ് ഡ്രാഗ് ഉണ്ടോ, കോപ്പ് എന്ന് പറഞ്ഞാൽ അപ്പർ പോർഷനാണ്, അപ്പർ ബോക്സിനാണ് കോപ്പ് എന്ന് വിളിക്കുക. താഴത്തെ പോർഷൻ നമ്മൾ ഡ്രാഗ് എന്ന് വിളിക്കും. പിന്നെ ഇവിടെ പോറിങ് കപ്പ്, ഇവിടെ റണ്ണർ. ഓക്കെ, റണ്ണറും റൈസറും, റണ്ണറിൽ കൂടിയാണ് നമുക്ക് മെറ്റൽ ഒഴിച്ചിട്ട് റൈസറിൽ കൂടിയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ വർക്ക് പീസ് ഉണ്ടല്ലോ, നമ്മുടെ കാസ്റ്റിംഗ് കണ്ടോ, ഇവിടെ ഒരു ഗിറ്റാർ ഷേപ്പുള്ള സാധനം കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ വർക്ക് പീസ്. ഓക്കെ, ഇതിലേക്കാണ് മെറ്റൽ വന്ന് പറയുന്നത്. അപ്പോൾ ഈ പോറിങ് കപ്പ് കൂടെ മെറ്റൽ ഒഴിച്ച് ഇത് മുഴുവൻ ഫില്ലായിട്ട് റൈസറിൽ കൂടെ മെറ്റൽ മുകളിലേക്ക് വരും. അപ്പം ഇവിടെ വന്നാലും മുഴുവൻ കാണിച്ചിട്ടില്ല, ശരിക്കും റൈസർ മുകളിൽ വരെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റൈസറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, മെറ്റൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ കുറച്ച് ടൈം അവിടെ എന്താക്കും, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോൾഡിഫൈ ആവും. പിന്നെ അതിനുശേഷം ഈ കോപ്പും ഡ്രാഗും പൊട്ടിച്ചെടുത്തിട്ടാണ് നമ്മൾ ആ കാസ്റ്റിംഗ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു യെല്ലോ കളറുള്ള സാധനമാണ് കോറ്. അതാണ് ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചത്. ആ കോർ അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ കോറ് വെച്ചിട്ടില്ലെങ്കിൽ മുഴുവൻ ഫില്ലാവും അല്ലേ. കോറ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു ഭാഗത്ത് മാത്രം എന്ത് കിടക്കൂല, മെറ്റൽ എവിടെയൊക്കെ ഒഴുകൂല. അപ്പോൾ ആ ഭാഗം എന്താവും, ഹോളായി മാറും. ഓക്കെ, അപ്പോൾ നമ്മളുടെ വർക്ക് പീസിൽ ഒരു ഹോള് വേണമെന്നുണ്ടെങ്കിൽ ആ ഹോളിന്റെ ഷേപ്പിലുള്ള കോറ്, ഓക്കെ, കോറ് അവിടെ വെച്ച് കഴിഞ്ഞാൽ, പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്കൊരു ഹോളായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഹോള് റിസസ് എന്നൊക്കെ പറഞ്ഞാൽ, റിസസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ
കീവേ എന്നൊക്കെ പറയല്ലോ, ചെറിയൊരു ഗ്രൂവ്, അതിനൊക്കെയാണ് നമ്മൾ റിസസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ വെക്കുമ്പോൾ വെക്കണമെങ്കിൽ എന്ത് വേണം? കോർ ആയിരിക്കും അവിടെ വെക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂവ് അല്ലെങ്കിൽ റിസസ് ഹോളൊക്കെ നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കാസ്റ്റയിൽ വെക്കുന്ന സാധനമാണ് കോർ. ഓക്കെ, അടുത്തത് മെറ്റൽ പാറ്റേൺസ് ആർ യൂസ്ഡ് ഫോർ പ്രിസിഷൻ കാസ്റ്റിംഗ്, സ്മോൾ കാസ്റ്റിംഗ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് കാസ്റ്റിംഗ്. അതിന്റെ കറക്റ്റ് ആൻസർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് കാസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇപ്പൊ മെറ്റൽ പാറ്റേൺസ് പറഞ്ഞാൽ നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ഒരേ സാധനം തന്നെ ഒരുപാട് എണ്ണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റൽ പാറ്റേൺസ് ആണ്. കാരണം അങ്ങനത്തേലൊക്കെ നമ്മൾ വുഡ് പാറ്റേൺസ് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കുറെ ഇങ്ങനെ വെച്ച് വെച്ചുമ്പോൾ അതിന്റെ ഭാഗങ്ങൾക്ക് തേയ്മാനങ്ങളൊക്കെ വരും, അതിന്റെ ആക്യുറസി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ മെറ്റൽ പാറ്റേൺസ് ആണെങ്കിൽ അത് കുറെ പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാലും അതിന്റെ ആക്യുറസിക്ക് നഷ്ടം വരില്ല. അതുകൊണ്ട് അത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ലാർജ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വലിയ കാസ്റ്റിംഗ് ആണ്, അതിന്റെ വോളിയം വലുതായിരിക്കും. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു നട്ടോ ബോൾട്ടോ ലക്ഷക്കണക്കിന് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തേനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? മെറ്റൽ പാറ്റേൺ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് യൂസസ് പാറ്റേൺ മെയ്ഡ് ഓഫ് മെറ്റൽ, വാക്സ്, വുഡ്, പ്ലാസ്റ്റിക്. ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് ഒരു 3-4 പ്രാവശ്യം ചോദിച്ചാണ് കേട്ടോ PSCയിൽ ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് തരുന്നത്. അത് നമ്മൾ പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് വാക്സ് ആണ്. ഓക്കെ, വാക്സ് അതെങ്ങനെ നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഇത് കണ്ടോ, ഒരു ബോക്സിൽ വെച്ചിട്ട് ആദ്യം വാക്സിൻ ഇൻജെക്ട് ചെയ്ത് നമുക്കൊരു വാക്സിന്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കും. അങ്ങനെ കുറേ എണ്ണം ഉണ്ടാക്കും. ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്? ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടേണ്ടത് ഈ ഷേപ്പിൽ. എന്നിട്ട് ഇതാണ് പാറ്റേൺ അസംബ്ലി. ഇവിടെ നമ്മൾ ഇങ്ങനെ 8 എണ്ണം ഇപ്പോൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ട്രീ എന്നാണ് അതിനെ വിളിക്കുക, പാറ്റേൺ ട്രീ. അങ്ങനെ കുറേ എണ്ണം നമ്മൾ വെക്കും. അപ്പോൾ ഇത് വാക്സ് ആട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഷെല്ല് മേക്കിങ് എന്ന് പറഞ്ഞാൽ ഒരു സാൻഡ് വെച്ചിട്ട് ഒരു സ്ലറി പോലത്തെ ഒരു സാധനം അതിൻ്റെ മുകളിൽ തേച്ച് ഒട്ടിച്ച് വെക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അത് ഉണങ്ങി കഴിഞ്ഞാൽ മണ്ണുകൊണ്ടുള്ള രൂപം അതിൻ്റെ മുകളിലേക്ക് ആവും. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുക വെച്ചാൽ ഈ ഒരു മോൾട്ടൺ മെറ്റൽ ഇതിലേക്ക് ഒഴിക്കുക. അതായത് അതിൻ്റെ മുന്നേ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ എന്താ വെച്ചാൽ ഹീറ്റ് ചെയ്യും. ഈ ഒരു പാറ്റേണിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതാണ് സംഭവം കേട്ടോ, ഡീവാക്സിങ്. ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുക വെച്ചാൽ ഇതിപ്പോൾ ഓൾറെഡി മണ്ണ് അതിൻ്റെ മുകളിലുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് വാക്സ് ഉള്ളത്. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താവും? വാക്സ് ഉരുക്കും അല്ലേ? വാക്സ് ഉരുക്കി കഴിഞ്ഞാൽ എന്താവും? വാക്സ് ഉള്ളിൽ കൂടെ താഴേക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ ഈ ഒരു മണ്ണിൻ്റെ പാറ്റേൺ മാത്രമേ ഇപ്പോൾ അവിടെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? സാധാ കാസ്റ്റിംഗ് പോലെ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്നു, പിന്നെ അത് ഷാറ്റർ ചെയ്ത് കട്ട് ഓഫ് ചെയ്ത് ഫിനിഷ്ഡ് കാസ്റ്റിംഗ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പാറ്റേൺ അസംബ്ലിയിൽ നമ്മൾ വാക്സ് പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സിലിക്കൺ സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ സ്റ്റാമ്പിങ്സ്, ബോയിലർ പ്ലേറ്റ്സ്, ബോൾ ബിയറിംഗ്സ്, ഡൈസ്. സിലിക്കൺ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിന്റെ ഒരു അലോയ് ആണ്. ഓക്കെ, അപ്പോൾ സിലിക്കൺ സ്റ്റീൽ എന്ന് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക്കൽ കമ്പോണൻസിനാണ് കൂടുതൽ സിലിക്കൺ സ്റ്റീൽസ് യൂസ് ചെയ്യുക. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്നാൽ ഇലക്ട്രിക്കൽ സ്റ്റാമ്പിങ്സ്. ഓക്കെ, ഇതുപോലെ ഇലക്ട്രിക്കലിന്റെ വേറെ ഗുഡ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതൽ സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഗുഡ്സിലാണ്. അടുത്തത്, നേളിംഗ് ഇസ് ആൻ ഓപ്പറേഷൻ of cutting small corners of undercutting done prior to screw cutting of generally roughing the surface for hand grip. അറിയാലുണ്ടാവും ലേണിംഗ് അല്ലേ? ഇപ്പോൾ ടേണിങ്, ഫേസിങ്, ബോറിങ്, ഡ്രില്ലിങ്, അതേപോലത്തെ ഒരു ഓപ്പറേഷനാണ് നേളിംഗ്. നേളിംഗ് എന്തിനാ വേണ്ടിയിട്ട് ചെയ്യുന്നത്? ഒരു ഹാൻഡ് ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് നേൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതാണ് കണ്ടില്ലേ, ഇതാണ് നേളിംഗ് ടൂൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ലേത്തിൽ വെച്ചിട്ട് ഇതൊരു സ്മൂത്ത് സർഫസ് കണ്ടോ, ഈ ഒരു ഭാഗം സ്മൂത്ത് സർഫസ് അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അത് നമ്മൾ എന്ത് ചെയ്യും? നേളിംഗ് ടൂൾ ഇവിടെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഈ ഒരു പാറ്റേൺ ഉണ്ടായി വരും. അപ്പോൾ നമുക്കൊരു ഹാൻഡ് ഗ്രിപ്പ്, ഓക്കെ, നമ്മൾ തിരിക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വേണം? ഒരു ഗ്രിപ്പ് വേണം. ആ ഒരു ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കലാണ് ഈ നേളിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ ഇതാണ് നേളിംഗ് ടൂള്. ഇതൊരു വർക്ക്പീസിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് തിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെലിക്സ് ആംഗിൾ ഓഫ് സ്പർ ഗിയർ ഇസ് 0, 90 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. എത്രയാണ് സ്പർ ഗിയറിന്റെ ഹെലിക്സ് ആംഗിൾ? നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യം അല്ലേ? 0 ആണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഹെലിക്കൽ ഗിയർ നോക്കാം. ഹെലിക്കൽ ഗിയറും സ്പർ ഗിയറും ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഹെലിക്കൽ ഗിയർ കണ്ടോ, ഇവിടെ ഒരു ചെരിവുണ്ട് അല്ലേ? നമ്മളുടെ ഈ ഗിയർ ആക്സിസ് ആയിട്ട് ഒരു ചെരിവുണ്ട്. ഇതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഹെലിക്കലോ റൈറ്റ് ഹാൻഡ് ഹെലിക്കലോ ആണ് കാണിച്ചത്.
അപ്പോൾ ഇവിടെ ഈ ഒരു ചെരിവും ഹൊറിസോണ്ടലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഹെലിക്സ് ആംഗിൾ. ഓക്കെ, ഗിയറിന്റെ ആക്സിസും ഈ ഒരു ടീത്തിന്റെ ചെരിവും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഹെലിക്സ് ആംഗിൾ. ഓക്കെ, അപ്പോൾ സ്പർ ഗിയറിന് അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടോ? ഇല്ല. ആക്സിസിന് പാരലൽ ആയിട്ടാണ് സ്പർ ഗിയറിന്റെ ഓരോ ലൈനും പോകുന്നത്. അതുകൊണ്ട് അവിടെ ഹെലിക്സ് ആംഗിൾ 0 ആയിരിക്കും സ്പർ ഗിയറിന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ ത്രെഡ്സ് ഓൺ എ ലേത്ത്, ബൈ ഡൈസ്, ബൈ ടാപ്പ്, ബൈ റോളിംഗ്? എന്താ ആൻസർ? ബൈ ടാപ്പ് ആണ് അല്ലേ. ഇപ്പൊ ടാപ്പ് ഡൈ ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ, ഇതാണ് ടാപ്പ്. ഇപ്പൊ ടാപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇന്റേണൽ ത്രെഡ് വർക്കിലൊരു ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ടാപ്പ് വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇന്റേണൽ ത്രെഡ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, എക്സ്റ്റേണൽ ത്രെഡ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെയ്ത്തും ഡൈ ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ടാപ്പ് ചെയ്യുന്നത് ഇന്റേണൽ ത്രെഡിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടു സ്പീഡ് റിവേഴ്സ് ഗിയർ അറേഞ്ച്മെന്റ് ഇസ് ജനറലി പ്രൊവൈഡഡ് ഇൻ കേസ് ഓഫ് പാസഞ്ചർ കാർ, മെറ്റഡോർ, ട്രാക്ടേഴ്സ്, ട്രക്സ്. അതിന്റെ കറക്റ്റ് ആൻസർ ട്രാക്ടേഴ്സ് ആണ്. റിവേഴ്സ് ഗിയർ അറേഞ്ച്മെന്റിൽ 2 സ്പീഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ കാറിലൊക്കെ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചെയ്യുമ്പോൾ ഒറ്റൊരു ഗിയറിൽ ഇട്ടിട്ടാണ് നമ്മൾ റിവേഴ്സ് എടുക്കുക. ട്രാക്ടറിൽ നമുക്ക് 2 സ്പീഡ് കൊടുക്കാൻ കഴിയും. ഓക്കെ, 2 സ്പീഡ് കൊടുത്തിട്ട് നമുക്ക് റിവേഴ്സ് ഗിയർ എൻഗേജ് ചെയ്യാൻ കഴിയും. അത് ട്രാക്ടേഴ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്തത്, വെൻ ദ ടോപ്പ് ഓഫ് ദ വീൽ ഇസ് ടിൽറ്റഡ് ഔട്ട്വേർഡ്സ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ക്യാമ്പർ, നെഗറ്റീവ് ക്യാമ്പർ, പോസിറ്റീവ് കാസ്റ്റർ, നെഗറ്റീവ് കാസ്റ്റർ. ഇപ്പൊ ഈ കാസ്റ്റർ, ക്യാമ്പർ, കിങ് പിൻ ഇൻക്ലിനേഷൻ, ടോ ഇൻ, ടോ ഔട്ട്, ഈ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതെന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ സെക്ഷനിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അത് ശരിക്കും നോക്കുക. ഞാൻ എൻ്റെ ലിങ്കൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരാം. അതും കൂടെ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടെ നോക്കുക. ഇവിടെ പോസിറ്റീവ് ക്യാമ്പർ ആണ്. സോ ക്യാമ്പർ, കാസ്റ്റർ, കിങ് പിൻ ഇൻക്ലിനേഷൻ, ടോ ഇൻ, ടോ ഔട്ട്, ഇത് നിർബന്ധമായും പഠിക്കണം. ഇതൊന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ക്യാമ്പറിന്റെ നെഗറ്റീവ് ക്യാമ്പർ, പോസിറ്റീവ് ക്യാമ്പറാണ് കാണിച്ചത്. ഇപ്പൊ നെഗറ്റീവ് ക്യാമ്പർ കണ്ടോ, എങ്ങോട്ടാണ് ടിൽറ്റ് ചെയ്തത്? ഉള്ളോട്ടേക്കാണ് ടിൽറ്റ് ചെയ്തത് അല്ലേ. ടയർ ഉള്ളോട്ടേക്കാണ് ടിൽറ്റ് ചെയ്തത്. പോസിറ്റീവ് ക്യാമ്പർ എങ്ങോട്ടാണ് ടിൽറ്റ് ചെയ്തത്? പുറത്തോട്ടേക്കാണ് ടിൽറ്റ് ചെയ്തത്. അതാണ് ഇവിടെ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. വെൻ ദ ടോപ്പ് ഓഫ് ദ വീൽ ഇസ് ടിൽറ്റഡ് ഔട്ട്വേർഡ്സ്. ഇപ്പം വീലിന്റെ ടോപ്പ്, ഇതാണ് വീലിന്റെ ടോപ്പ് ഔട്ട്വേർഡിലേക്ക് ടിൽറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് ക്യാമ്പർ ആണ്. ഉള്ളോട്ട് ടിൽറ്റ് ചെയ്താൽ അത് നെഗറ്റീവ് ക്യാമ്പർ ആണ്. മറക്കരുത്, കാസ്റ്റർ, ക്യാമ്പർ, ടോ ഇൻ, ടോ ഔട്ട്, കിങ് പിൻ ഇൻക്ലിനേഷൻ, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. നിങ്ങൾ മുന്നത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് വെറുതെ വാച്ച് ചെയ്യുക കേട്ടോ, അതിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പാർക്കിംഗ് ബ്രേക്ക് ജനറലി ആക്ട്സ് ഓൺ ഫ്രണ്ട് വീൽ, റിയർ വീൽ, ഫ്രണ്ട് ആൻഡ് റിയർ വീൽ, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഹാൻഡ് ബ്രേക്ക് അല്ലെ, ഗിയർ ലിവറിന്റെ അടുത്തുള്ള ഹാൻഡ് ബ്രേക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? അത് റിയർ വീലിൽ മാത്രമാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ ഫിഗർ നോക്കാം. ഇതാണ് നമ്മളുടെ ഹാൻഡ് ലിവർ. ഓക്കെ, ഹാൻഡ് ബ്രേക്കിന്റെ ലിവർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഹാൻഡ് ബ്രേക്കിന്റെ ലിവറാണ്. അത് നമ്മൾ വലിക്കുന്ന സമയത്ത് എന്താ, അതൊരു കേബിളാണ്. കാരണം ആ കേബിൾ നേരെ പോകുന്നത് റിയർ വീലിന്റെ ബ്രേക്ക് ഷൂസിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ റിയർ വീലിൽ മാത്രമാണ് അത് അപ്ലൈ ആവുന്നത്. ഫ്രണ്ട് വീലിൽ അത് അപ്ലൈ ആവുന്നില്ല. ഓക്കെ, റിയർ വീലിൽ മാത്രമാണ് ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ ബ്രേക്ക് ഫ്ലൂയിഡ് ഇസ്. ബ്രേക്ക് ഫ്ലൂയിഡിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ലൂബ്രിക്കേഷൻ, പവർ ട്രാൻസ്മിഷൻ, കൂളിംഗ്, നൺ ഓഫ് ദീസ്. ബ്രേക്ക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഓയിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ ഓയിൽ എങ്ങോട്ട് ആക്ട് ചെയ്യുക? ഓരോ വീലിന്റെ വീൽ സിലിണ്ടറിലേക്ക് പോയിട്ട് അതിന്റെ പിസ്റ്റണിനെ എന്താവും? എക്സ്പാൻഡ് ചെയ്യിക്കും അല്ലേ. അപ്പൊ ആ ബ്രേക്ക് ഫ്ലൂയിഡ് പിസ്റ്റണിനെ എക്സ്പാൻഡ് ചെയ്യിക്കുകയാണ്. അപ്പൊ എന്താ വരുന്നത്? പവർ ട്രാൻസ്മിഷൻ. അവർ പവർ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ പിസ്റ്റണിനെ നീക്കാനാണ് ബ്രേക്ക് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, പവർ ട്രാൻസ്മിഷൻ. The last question, the portion of blast furnace below its widest cross section is called hearth, stack, bosch, throat. കറക്റ്റ് ആൻസർ വരുന്നത് ബോഷ് ആണ്. ഓക്കെ, ഇപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിന്റെ ഫിഗർ നമുക്ക് നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇതാണ് ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിന്റെ ക്രോസ് സെക്ഷൻ കൂടിയ ഭാഗമാണ് ഇത്, കണ്ടില്ലേ? ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ബിലോ ഇറ്റ്സ് വൈഡസ്റ്റ് ക്രോസ് സെക്ഷൻ. വൈഡസ്റ്റ് ക്രോസ് സെക്ഷന്റെ താഴ്ഭാഗത്തിൽ എന്താ പറയാന്നാണ് ചോദിച്ചത്. ഇതാണ് വൈഡസ്റ്റ് ക്രോസ് സെക്ഷൻ. കണ്ടോ, വൈഡസ്റ്റ് ക്രോസ് സെക്ഷൻ പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏറ്റവും കൂടിയ ഭാഗം. അതിന്റെ താഴെ വരുന്ന കണ്ടില്ലേ, ബോഷ്.
ബോഷ്. ഓക്കെ, ബോഷിന് താഴെയാണ് ഹേർത്ത് വരുന്നത്. ഹേർത്ത് എന്ന് പറഞ്ഞാൽ അടുപ്പ് തന്നെ. ഓക്കെ, കത്തിക്കുന്ന ഭാഗം, അതാണ് ഹേർത്ത്. ഇപ്പൊ നമ്മളെ ഓപ്പൺ ഹെർത്ത് ഫർണസ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ നിങ്ങൾ? അതിലൊക്കെ ഹേർത്ത് എന്ന് പറഞ്ഞാൽ അടുപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇനി ഇവിടെ ഈ കംപ്രസ്ഡ് ഗ്യാസ്, അതായത് ബ്ലാസ്റ്റ് ചെയ്യേണ്ട ഗ്യാസ് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ? അത് ആ ഒരു ബോഷ് ഭാഗത്തേക്കാണ് കടന്നു വരിക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബാരൽ ഉണ്ടാവും. ബാരൽ കഴിഞ്ഞാൽ ഇവിടെയാണ് സ്റ്റാക്ക് ഉണ്ടാവുക. ഏറ്റവും മുകളിലാണ് ത്രോട്ട്. അപ്പോൾ ത്രോട്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ക്രോസ് സെക്ഷൻ കുറഞ്ഞ ഭാഗമായിരിക്കും കേട്ടോ. ഇപ്പോൾ വെഞ്ചുറി മീറ്ററിൽ ത്രോട്ട് കണ്ടില്ലേ? എവിടെയുള്ളത്? ആ ഒരു ഡൈവേർജന്റ് കൺവേർജന്റ് പാർട്ടിന് നടുവിലാണ് ത്രോട്ട് ഉള്ളത്. അപ്പോൾ ത്രോട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏരിയ കുറഞ്ഞ ഭാഗമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് എഴുതി വെച്ച് പഠിക്കണം. അതുപോലെ ഞാൻ മുന്നത്തെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം. അത് നിങ്ങൾ ആ ലിങ്ക് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ഒരു ഭാഗത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി പഠിക്കുക, അതേപോലെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.